നായകനായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. ഒക്ടോബറിലാണ് അതിൻ്റെ ഷൂട്ട് പറഞ്ഞേക്കുന്നത്. മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നതാണ് സിനിമാപരമായിട്ടുള്ളൊരു വിശേഷം. എഴുത്തും സംവിധാനമൊന്നും ഉടനെ നടക്കാത്തതുകൊണ്ടും പല കാര്യങ്ങൾ തിരക്കായതുകൊണ്ടും അതിങ്ങനെ വൈകി വൈകി പോവുകയാണ്. മമ്മൂട്ടിക്ക് വെല്ലുവിളിയാവോ? എന്തോ മമ്മൂട്ടിക്ക് വെല്ലുവിളിയാവോ? നമ്മളൊക്കെ വെല്ലുവിളി. ഇനി ചെറിയൊരു ഫാൻസിനും ഇവിടെ എല്ലാ പ്രിയപ്പെട്ട ലൈഫിൽ നിന്ന് ആർട്ടിഫിഷ്യൽ നിങ്ങളായി ജീവിക്കുക. ഞാനായി ജീവിക്കുന്നു. എനിക്ക് ശരിയെന്ന് അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എന്ത് അഡ്വൈസ് നിങ്ങളായി ജീവിക്കുക. അതിലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വിപ്ലവങ്ങളാണ് 17 പേര് അതിൽ നമ്മയിൽ പോയി. ഇപ്പോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലിന്? അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ? അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത്. എന്തെങ്കിലും അച്ഛനായാലും മര്യാദയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരും പോകത്തില്ല. അപ്പൊ അതൊന്നുമില്ല. ഞാൻ ഇവരുടെ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സമയമില്ല. നിങ്ങളൊക്കെ തന്നെ ആണല്ലോ ആരെങ്കിലും ഒക്കെ ആക്കി മാറ്റിയുള്ളത്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നാൽ മതി എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അന്നയിലേക്ക് അങ്ങനെ ബിഗ് ബോസ് സീസൺ 5 ഒരു കഥ പറഞ്ഞ സമയത്ത് നാരങ്ങവെള്ളം അടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു വള്ളി ഫ്രണ്ടി വന്നിരുന്നു. ആ പയ്യനെ കുറിച്ച് പറഞ്ഞു. വളരെ രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞത്. പക്ഷെ ആ കഥ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം അഖിൽമാരാണ് കൊട്ടാരക്കരയില് ഏറ്റവും കൂടുതൽ അഖിൽ ഇത്രയും പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ 5 വേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു കഴിവ് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. എത്രത്തോളം ഡൗൺ ടൗണിൽ നിന്നാണ് വന്നെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആ വന്ന കാര്യങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത് നമുക്ക് അണ്ണയിലേക്ക് പോവാം. കാര്യം കുറെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ TG മൊബൈൽസിന്റെ ഇനാഗുറേഷന്റെ ഒരു വേദി തന്നെ വന്നെത്തിയിരിക്കുകയാണ്. 2023-24 താങ്കളുടേതായിരുന്നു. പ്ലീസ് ഗോ. അല്ലാതെ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ വളരെ കൃത്യമാണ്, പ്രതിസന്ധികളാണ്. അതിലാകെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ ചില അനുഭവങ്ങൾ പറയാറുണ്ട്. ആ അനുഭവങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടൻ എന്ന് പറയാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനേ ഉള്ളൂ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രശ്നങ്ങളെയും ധൈര്യമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു ഒരായിരം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നത്.